ഞാൻ 7-ാം തീയതി വീഡിയോയുടെ മുന്നിൽ ഇളനീ കച്ചവടത്തിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന കാരണം എന്താ പറയുക ये मेरा सार है देखो मेरा खास पहचान सार है मेरा कभी भी आता है नारियल पानी पीता है इളനീ കുടിക്കോ പൈസ തരോ എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട ആയിക്കരെ സാർ मेरा यूट्यूब चैनल है सब लोग मैं सबको बता रहा आपका बार में सर इंडिया ऑफिसर बार गड्डोलीटा डोंगरी पुलिस स्टेशन कैसे सर मेरा बार में कैसे है अच्छा है ना नहीं है ना भाई कुछ गलत काम नहीं करता ना ഞാനൊരു തെറ്റും ചെയ്യില്ല അതുകൊണ്ടാണ് ഈ സാറുമാരൊക്കെ ഇന്നേറ്റ് അത്ര ഇഷ്ടം थैंक यू सर बहुत अच्छा लगा मेरे को मेरा यूट्यूब चैनल है इसके लिए लोग सब मेरा स्टोरी बहुत देखते हैं सब पुलिस वाला പോലീസുകാരും മുനിസിപ്പാലിറ്റിക്കാരും सब अपना साथ में अच्छे देखा സാറ് പൈസ ഉണ്ടാക്കാണ് ഞാൻ വേണ്ടാരെ പോലത്തെ നെയ്മ് മുഹമ്മദ് വേണ്ട പൈസ ഇല്ലാതെ ഒരു മൊബൈൽ കുടിക്കാൻ പാടില്ല താങ്ക് യു അപ്പോൾ ആ പോലീസുകാർ ഇളനീ കുടിച്ച് ഞങ്ങൾ കണ്ടിട്ടായി എങ്ങനെ ഇപ്പോൾ നിങ്ങളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന എനിക്കൊന്നും മനസ്സിലാവണില്ല ഈ പോലീസുകാരെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെ അല്ലട്ടാ ഞങ്ങളോട് ഇപ്പോഴും പറയണ്ട നിങ്ങൾ വിചാരിക്കേണ്ടാവും അറിയോ പോലീസുകാർ തനി ചറ്റാണ് തനി വെടക്കാണ് അവരങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ട് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഞാൻ വല്ല പറഞ്ഞു ഈ പോലീസുകാർ ആരാന്നുള്ളത് അവർ ഗവൺമെൻറ് ജോലിക്കാരാണ് അവർ ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കൂല ഞങ്ങളോട് സത്യം പറയണം നിങ്ങൾക്ക് അറിയായിട്ടാണ് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റായി തോന്നുമ്പോൾ അവർ നമ്മളെ തല്ലി കൊല്ലല്ല അവർ നമ്മൾക്ക് വേണ്ട കൈകാരൊക്കെ ചെയ്യും നേരെ മറിച്ച് നമ്മൾ നല്ല വഴിക്ക് കൂടെ പോണ സമയത്ത് ആരെങ്കിലും നമ്മളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ സത്യം എന്ന് കാണുമ്പോൾ നമ്മളൊന്നും അവർ വേദനിപ്പിക്കൂല അവർക്കറിയാം കാരണം നമ്മൾ നിരപരാധിയാണ് മറ്റവന പോലീസുകാരെന്ന് വെച്ചാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും വലിയ ക്രൈംബ്രാഞ്ചിലെ വലിയ ഉദ്യോഗസ്ഥനും CID എന്നൊക്കെ പറഞ്ഞ ആരങ്ങൾ അവർ അത്രക്കും മാത്രം പഠിച്ച് വിദ്യാഭ്യാസം നേരിട്ട് അങ്ങനെ അത്രക്കും ഒരുപാട് പ്രയാസപ്പെട്ടാണ് അവർ പോലീസായി മാറുന്നത് നമുക്കിങ്ങനെ നമ്മൾ അറിയാം പോലീസുകാർ കൈക്കൂലി മേടിക്കുന്ന പോലീസുകാർ അങ്ങനെയൊന്നും ചില പോലീസുകാർ മേടിക്കൂല ഇപ്പോൾ മേടിച്ചാൽ ഇപ്പോൾ എത്ര മേടിക്കുക നിങ്ങൾ എത്ര കൊടുക്കുക 50 ലക്ഷം കൊടുക്കും അതൊന്നുമില്ല ഞാനിപ്പോൾ പറഞ്ഞൊന്നും ചിലക്ക് ഇഷ്ടപ്പെടൂല അതങ്ങനെയുണ്ട് കാരണം ഞാൻ ഈ പോലീസുകാരെ കൂട്ടത്തിലും മുനിസിപ്പാലിറ്റി കൂട്ടത്തിലും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരെ കൂട്ടത്തിലും വക്കീൽമാരെ കൂട്ടത്തിലും ഒക്കേത്തിൻ്റെ അകത്ത് കടന്ന് വളർന്ന ഒരാളാണ് അത് നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കണം അതും വിശ്വസിക്കില്ല അപ്പോൾ ഞാൻ അതിൻ്റെ യഥാർത്ഥ ജീവിത ചരിത്രങ്ങളുമായി വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് ലൈവായിട്ട് വിട്ടായിരുന്നു അപ്പം നിങ്ങൾ പറയും ഇതൊക്കെ ശരി ഞാൻ അങ്ങനെ എൻ്റെ വർത്തമാനം കേട്ട അങ്ങനെയാണ് എന്തോ ഒരു ഭയങ്കര ബുദ്ധിയുള്ള ഒരു കുന്തുമില്ല എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല സത്യം പറയുന്നത് പക്ഷെ പോലീസുകാരെന്ന് പറഞ്ഞാൽ എന്തല്ലോ സ്നേഹിച്ചാൽ അവർ നമ്മളെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കും കാരണം നമ്മൾ കാണിക്കണ പ്രവൃത്തിയിൽ നിന്നിട്ട് അവർ നമ്മളെ ഇഷ്ടപ്പെടുക അല്ലാതെ ഒരു വണ്ടിയിട്ടാണ് പോവുകയാണ് ഒരു തെറ്റ് സംഭവിച്ച് ആ പോലീസുകാരെ മേലെ യുദ്ധം ചെയ്യരുത് അവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ് അവർ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ കൂടെ ഇപ്പോൾ 10 ആളുണ്ടാവും അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ടാവും ഞാനാണ് വലിയ ആളെന്ന് അത് അപ്പം ഉണ്ടാവുള്ളൂ അത് കുറച്ച് കഴിഞ്ഞാൽ ഓനായിട്ട് പോയി കഴിഞ്ഞാൽ പോലീസുകാർ ഇങ്ങോട്ട് വരും കണ്ടമാനം ആ പോലീസുകാരെ കൂടെ എത്ര ആൾക്കാർ പിടിച്ച് വെച്ചാണ്ട് കൊണ്ടുപോയിട്ടിട്ട് അവരായിട്ട് നല്ല അങ്ങോട്ട് പെരുമാറും അത് നമ്മൾ ചെയ്ത തെറ്റുകൊണ്ടാണ് ഒരു പോലീസുകാർ വന്ന് നമ്മൾ തെറ്റ് നമ്മൾ പിടിക്കും നമ്മൾ അത് യഥാർത്ഥ സത്യച്ച അയാൾ ഒന്നും ചെയ്യൂല അയാൾ ഞങ്ങളെ പിടിച്ച് ഞങ്ങൾ ജയിലിൽ കൊണ്ടുപോയി നിങ്ങളിപ്പോൾ നിങ്ങളൊരാളോട് കൊന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയേക്കാണ് നിങ്ങൾ സാറിനോട് പോയി പറയും സാറേ ഞാൻ കൊന്നതാണ് അപ്പം നമ്മളെ പോലീസിലിട്ട് അടിക്കുമ്പോൾ എങ്ങനെ അടിക്കുക അങ്ങനെയൊന്നും അടിക്കൂല വരും അവർ യഥാർത്ഥ സത്യം എന്താണെന്ന് അറിയും എന്തിനാണ് മോനെ കൊന്നതെന്നുള്ളത് ചോദിക്കുമ്പോൾ ഓൻ പറയണേ പിന്നെ അത്രയും ആ പോലീസുകാരോട് പറയാം സാറേ ഞാൻ നിരപരാധിയാണ് ഞാൻ ഒരാളെ ആക്രമിച്ചിട്ടില്ല ഞാൻ ഒരാളെ പറ്റിച്ച് തിന്നിട്ടില്ല ഒരാളെ ഉറുപ്പ് പോലും ഞാൻ തിന്നിട്ടില്ല ഞാൻ നല്ല വഴിക്ക് കൂടെ പോണ മനുഷ്യനാണ് സാറേ പക്ഷേ എൻ്റെ അടുത്ത് നിന്ന് പണം വാങ്ങി ഇന്നെ അങ്ങനെ ചെയ്ത് ഇന്നെ അത്രമാത്രം സങ്കടപ്പെട്ട് ഞാൻ കണ്ണി കണ്ടെടുത്ത് വാങ്ങിക്കൊടുത്ത പൈസയാണ് സാറേ എൻ്റെ ചോരാണ് എൻ്റെ വേർപ്പാണ് എൻ്റെ അധ്വാനാണ് പക്ഷേ ഇന്നെ വല്ലാതെ വേദനിപ്പിച്ചപ്പോൾ എൻ്റെ സമനില തെറ്റിയപ്പോൾ സാറേ ഞാൻ മോനെ ആക്രമിക്കേണ്ടി വന്നേ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികളും എൻ്റെ ഉമ്മ എൻ്റെ കുടുംബം എൻ്റെ ബന്ധുക്കൾ എൻ്റെ അയൽവാസികളൊക്കെ എന്നെ അവരെ കൂടെ ജീവിച്ച് പോകേണ്ട ഒരാളാണ് ഞാൻ ഒരാളെ ദ്രോഹിച്ചിട്ടില്ല പക്ഷേ ഇവനെ ചതിച്ചപ്പോൾ ഞാൻ നല്ല വഴിക്ക് കൂടെ പോകുന്ന ഒരാളാണ് ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഓൻ്റെ വിഷമം കണ്ടിട്ട് ഞാൻ കണ്ണി കണ്ടെടുത്ത് വാങ്ങിക്കൊടുത്തിട്ട് എന്നെ ചതിച്ചപ്പോൾ എൻ്റെ മനസ്സിന് താങ്ങാൻ കഴിഞ്ഞില്ല എനിക്ക് ജീവിക്കാൻ നല്ല ആഗ്രഹമുണ്ട് ഞാൻ എൻ്റെ റബ്ബിനെ പേടിക്കുന്നുണ്ട് എൻ്റെ അള്ളാനെ പേടിക്കുന്നുണ്ട് തെറ്റും ചെയ്യാതെ ലോകത്തോട് വിട പറഞ്ഞ് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷെ ഒരാൾ സങ്കടപ്പെട്ടപ്പോൾ നമ്മളെ നബിയാണ് നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ ആരെങ്കിലും പ്രയാസപ്പെട്ട് വരുമ്പോൾ നമ്മൾ അവനെ ചേർത്ത് പിടിക്കണമെന്നും അവനെ നമ്മൾ ഒന്നായി കാണണമെന്നും നമ്മളെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ അവനെ സഹായിക്കണമെന്നും ആ മനുഷ്യന് നമ്മളെ മാതിരത്തെ കഴിവും കാര്യങ്ങളൊന്നും ആ മനുഷ്യർക്ക് ഉണ്ടാവില്ല അപ്പോൾ അത് ഉള്ളവന് ഇല്ലാത്തവൻ കടന്നു വരുമ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞാൽ എന്താ വെച്ചാൽ അവർക്ക് നീ അവരെ സഹായിക്ക്, അവരെ ചേർത്ത് പിടിക്ക്.
അവനെ കൈ വിടരുത്. അവൻ എന്തോ വളരെ പ്രയാസത്തിൽ കൂടെ കടന്നു വരികയാണ്. നിന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ നീ കയ്യിൽ വെച്ചിട്ട് നീ ബാങ്കിൽ വെച്ചിട്ട് നിന്റെ കുട്ടികൾക്കും നിന്റെ ഭാര്യയ്ക്കും മാത്രം കൊടുത്തിട്ട് ജീവിക്കല്ലേ. കാരണം നാളെ ഈ ഭൂമിയിൽ ഞാൻ എപ്പോഴും പറയണ്ട, ഈ കുറച്ച് കാലം നമ്മൾ ജീവിക്കുള്ളൂ. കുറച്ച് കാലം എന്നല്ല, ഈ സെക്കൻഡ് ഇപ്പം എൻ്റെ റൂഹിനടുത്ത് കൊണ്ടുപോകും. ഞാനിങ്ങനെ ഡയലോഗ് അടിക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് ഡയലോഗ് ഒന്നല്ല, ഇത് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥം. എനിക്കൊക്കെ എൻ്റെ ജീവിതത്തിൽ പല സംഭവം കടന്നു പോയിട്ടുണ്ട്. ഒക്കെ ഞാൻ വീഡിയോ എടുത്ത് വിട്ടുതരാം. ഇല്ലാത്തത് വിടില്ല ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങളോട് പറയാം. അങ്ങനെ സാറിനോട് ഞാൻ സങ്കടമാണ്. സാറ് സുപ്രഭാതത്തിൽ എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്ന് അവസാനം ഞാൻ ഓനെ ഈ ദുനിയാവിൽ നിന്ന് ഓനെ തുടച്ച് മാറ്റാനാ. ഞാൻ ജയിലിൽ പോയാലും വേണ്ടില്ല, എനിക്ക് നിങ്ങൾ ഇന്നെ കൗത്തിലിട്ട് കയറിട്ട് തൂക്കിയിട്ടാലും വേണ്ടില്ല. കാരണം അങ്ങനത്തെ മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ജീവിക്കരുത്. അത് വിചാരിച്ചിട്ട് എനിക്ക് ഞാൻ നല്ല വഴിക്ക് കൂടെ പോയിട്ട് കണ്ണി കണ്ടിട്ട് വാങ്ങിക്കൊടുത്ത പൈസയാണ് സാറേ. ആ പൈസയാണ് ഓനെ ഇങ്ങനെ വേദനിപ്പിച്ചത്. എനിക്ക് ഓനെ കാണുമ്പോൾ എനിക്ക് വെറുപ്പായി. പാമ്പിന് വിഷം എപ്പോഴും ഉണ്ടാവും, നായക്ക് വിഷം ഉണ്ടാവും. നായൻ്റെ കണ്ണ് എറിഞ്ഞായിട്ട് പൊട്ടിച്ചാൽ ഒരു കണ്ണ് ബാക്കിയേക്കാണ് ആ നായ ആരെ കണ്ടാലും വന്ന് കടിക്കും. കാരണം എന്താണ്, നിങ്ങളതിനെ നായനെ വേദനിപ്പിച്ചത്. നായ ഒന്നും ചെയ്യാത്തൊരു നായരുന്നു. അതൊക്കെ എടുക്കുന്നിടത്ത് നിന്നിട്ട് നിങ്ങളതിനെ വേദനിപ്പിച്ച് എന്തോന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാൻ പോയപ്പോൾ തന്നെ ഒരു നായനെ നിങ്ങൾ കൊല്ലി വെച്ചാൽ കൊന്നിട്ടാണ്. അതിന് ബാക്കിയാക്കി വെക്കരുത്. ഒരു പാമ്പിനെ വേദനാക്കി പൗതി ജീവിതത്തോടെ ബാക്കിയാക്കി വെക്കരുത്. എല്ലാവരോടും പറയുന്നുണ്ട്, മിണ്ടാപ്രാണികളെ നിങ്ങൾ വേദനാക്കി അത് നിങ്ങൾ തിരിച്ചു കൊത്തു. നിങ്ങൾ വേദനാക്കണ്ട. അതിൻ്റെ വാട്ടി പോയിക്കോട്ടെ, നിങ്ങളൊന്നും ദ്രോഹിക്കൂല. നിങ്ങൾ അതിനെ പോയി ചവിട്ടുമ്പോഴാണ് അത് വന്ന് കടിക്കണത്. ഒരു പാമ്പ് ഇങ്ങനെ പോണ സമയത്ത് അതിൻ്റെ എരുത്ത് നിന്നാലും അതിൻ്റെ എരുത്ത് കൂടെ പാമ്പിൻ്റെ എരുത്ത് നിന്നോക്കാണ് അത് ഒന്നും ചെയ്യില്ല. അത് അതിൻ്റെ വഴിക്ക് കൂടെ പോവാണ്. അതിന് പോകാനുള്ള വഴിയാണത്. നിങ്ങൾ അതിനെ പോയിട്ട് അതിനെ ആക്രമിക്കാൻ നിന്നാൽ ആന ആയാലും ശരി, ആന നിൽക്കുന്നിടത്ത് നിന്ന് ആൻ്റെ അടുത്ത് പോയിട്ട് മണി പിടിച്ച് തിരുമണ ആൾക്കാർ കുറേ ഉണ്ട്. അത് മിണ്ടാപ്രാണിയാണ്. അത് നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി അതിൻ്റെ ശരിക്കുള്ള യഥാർത്ഥ മുതലാളി ഓണർ വന്നായി ഒന്നും ചെയ്യൂല. നിങ്ങൾ അറിയാത്തതാണ്. നിങ്ങളെന്തോ അതിനെ ആക്രമിക്കാൻ വരികയെന്ന് വിചാരിച്ചിട്ടാണ് ആന വന്ന് തുമ്പിക്കായിട്ട് ഒരൊറ്റ ഏറ് വലിച്ചാണ്ടിരുന്നത്. അപ്പം ഞാൻ ഒരാളെ ഞാൻ ഒരു ഉദാഹരണത്തിൽ പറയും, ഒരാളെ കൊന്ന് വിചാരിച്ചോളൂ തെറ്റ് ചെയ്തിട്ട്. എന്നിട്ട് ഞാൻ ജയിലിൽ പോകാനുള്ള ചങ്കുറപ്പിങ്ങനെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പോലീസുകാരൊന്നും തച്ച് കൊല്ലുന്നില്ല. അത് യഥാർത്ഥ സത്യമായിട്ട് പോലീസുകാർ തോന്നുന്നത് കണ്ടല്ലോ. ആ പോലീസുകാർ കഴിക്കണ ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് എനിക്കുന്നല്ല പോലീസുകാർ തിന്നാറി. കാരണം ആ മനുഷ്യന് ഒരാളെ കൊന്ന് എന്തിനു കൊന്ന്? കാരണം മറ്റും ചെയ്ത തെറ്റിനാണ് ഈ പാവം കൊന്നിട്ട് ഇപ്പം ജയിലിൽ പോയി കിടക്കുന്നത്. അങ്ങനെ പോലീസുകാരൊന്നും നമ്മളെ അടിക്കൂല. പോലീസുകാരെന്ന് പറഞ്ഞാൽ നല്ല സ്നേഹിച്ചാണ്ടല്ലോ അവർ എന്തു വേണമെങ്കിലും തരും. അവരിപ്പോൾ ഒരു 50 ഉറുപ്പിക കൈമടക്ക് കൊടുത്ത് 100 രൂപ കൈമടക്ക് കൊടുത്തതിന് അതിന് നിങ്ങളിങ്ങനെ സാറേ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ഒരു പോലീസുകാർക്ക് ഞാൻ ഇതിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മറക്കാം. അതിൻ്റെ ഇടയിൽ ഓരോരുത്തരും കയറി വരാം. ഇവിടെ കച്ചവടം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. പോലീസുകാർക്ക് ഒരു 50 ഉറുപ്പിക കൊടുത്തിട്ട് എന്താണ് എന്താണ് നമുക്ക് വരാൻ പോകുന്നത്? നമുക്ക് ഫൈന് വരുന്നത് ചിലപ്പോൾ 1500 2000 രൂപയൊക്കെ. ഒന്ന് മനസ്സിലാക്കണം. ഈ കയ്യിൽ കായില്ലാതെ ഇവിടെ റോട്ടുമ്പോൾ തണ്ടിട്ട് ഇറന്നിട്ട് പണിയെടുത്തിട്ട് 500 1000 രൂപ നമ്മൾ ഉണ്ടാക്കണത്. ഈ റോട്ടുമൊക്കെ എടുത്തിട്ട് നമ്മൾ ജീവിക്കണത് അവരെ കൊണ്ടാണ് നമ്മളെ ജീവിതം കഴിഞ്ഞ് പോണത്. അപ്പോൾ അവരൊരു മനുഷ്യനാണ്. നമ്മളെപ്പോലത്തെ അവർക്ക് അത്യാവശ്യം ശമ്പളമുണ്ട്. പക്ഷേ നമ്മളെപ്പോലത്തെ പാവങ്ങളെ കാണുമ്പോൾ അവർ നമ്മളെ ചേർത്ത് പിടിക്കേണ്ട പോലീസുകാർ. നിങ്ങൾക്ക് അറിയിച്ചാണ് നിങ്ങൾ പോലീസുകാരെ പറ്റിയിട്ട്. ഒരു 50 ഉറുപ്പിക 10 ഉറുപ്പിക കൊടുത്തിട്ട് ഒന്നും വരാൻ പോകില്ല. കാരണം എനിക്ക് ഫൈൻ ഇടണം ചിലപ്പോൾ 1200 രൂപയൊക്കെ ഇവിടെ കടയിൽ വന്നിട്ട്. അപ്പോൾ ആ സാറിനോട് പറയാം, സാറേ കച്ചവടം ഞാൻ വളരെ പ്രയാസത്തിലാണ്, എൻ്റെ അവസ്ഥ ഇതാണെന്ന് പറയുമ്പോൾ അയാളും ചോറാ തിന്നണേ. അയാൾക്കറിയാം പാവാണ്. കാരണം അയാൾക്ക് നിയമപ്രകാരം ഇത് ഗവൺമെൻറ് നിയമപ്രകാരം ചെയ്യണം. ആ മനുഷ്യൻ വിചാരിച്ചാലും ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റും. ആ മനുഷ്യൻ വിചാരിച്ചാൽ കൂട്ടിലിടാനും പറ്റും. അപ്പോൾ ആ പോലീസുകാരെന്താണ് ഇവിടെ വന്നപ്പോൾ ഈ സങ്കടം കാണുമ്പോൾ എന്താണ് നമ്മൾ പറയാം, സാറേ ഇത് നിങ്ങളവിടെ വെച്ചോളി എൻ്റെ സന്തോഷത്തിന്. അപ്പോൾ സാറ് മേടിക്കും. നിങ്ങൾ 50 കൊടുക്കണം 30 കൊടുക്കാൻ നിങ്ങൾ അയാൾ ഈ ദിവസം വന്ന് നിങ്ങൾ ആക്രമിക്കൂല. പിറ്റേ ദിവസങ്ങൾ അയാൾക്ക് സെലോട്ട് അടിച്ചു നോക്കി, സാറേ ഇവിടെ കയറി ചാടിക്ക് അവിടെ കൊടുത്താൽ പിന്നെ എൻ്റെ പൈസ തന്നെ വേണ്ട അയാൾക്ക്. കാരണം നീ കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോൾ തന്നെ അയാളൊക്കെ മറന്നു. അയാൾക്ക് വേണ്ട കാരണം അയാൾ ഇനി 50 മേടിച്ചാൽ 100 ഇങ്ങോട്ട് തിരിച്ചു വരും. 100 രൂപ വേറെ വെച്ചാണ്. പോലീസുകാർ ഏത് വലിയ ഉദ്യോഗസ്ഥന്മാരായാലും ശരി, ഗവൺമെൻറ് ജോലിക്കാർ ശരി, ഏതെങ്കിലും ഒരു നിങ്ങളെ കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പറയുന്ന കുറേ സമയം ഒരുപാടാവും. നിങ്ങളെ കാര്യം നടക്കാം. എൻ്റെ കുട്ടി ഞാൻ തന്നെ പറയുന്നത്, എൻ്റെ മൂത്ത മോളെ പ്രസവിച്ചപ്പോൾ ആ കുട്ടിക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടണം, ആ ജനന സർട്ടിഫിക്കറ്റ് കിട്ടണം. അന്ന് ഞാൻ ചെയ്തില്ല. ആ അൻസാർ ഹോസ്പിറ്റലിൽ നിസാർ കുന്നംകുളം ചങ്ങരംകുളം കഴിഞ്ഞിട്ട് അൻസാറാണോ അവിടെ ഞാൻ നാട്ടിൽ ചെന്ന് വന്നപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ തന്നെ കുട്ടികളെ ജനന സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. ഞാനച്ഛൻ പോവുകയാണ്. ഇനി പോണ സമയത്ത് ഞാൻ അവിടെ ചെന്നിട്ട് എത്രയോ ആൾക്കാർ കയറി ഇറങ്ങി പോകണേ. കാരണം ഒരു ഗവൺമെൻറ് ഒരു അപേക്ഷ കൊടുക്കണം, അത് പാസ്സായി വരുമ്പോൾ സമയം പിടിക്കുക. ഞാൻ ഇതൊന്നും പറയാൻ പാടില്ല, വളരെ മോശപ്പെട്ട സംഭവം. സാറിൻ്റെ അടുത്ത് കയറി ചെന്ന് ഇപ്പോഴൊന്നുമില്ല കൊല്ലൊരുപാടായി. സാറ് ചേർന്നു, സാറേ ഞാൻ ബോംബെ പോവുകയാണ്, ഇനി സാറേ എനിക്കൊരു 10 വട്ടം വരാൻ പറ്റില്ല, സാറൊന്ന് മനസ്സുവെച്ചാൽ ഞാനൊന്ന് മനസ്സുവെച്ചാൽ കാര്യം നടത്തി തരില്ലെന്ന് വെച്ച്. എന്നുവെച്ച് പോയിട്ട് സ്റ്റാമ്പ് പേപ്പർ വാങ്ങിയിട്ട് വാങ്ങുമായിരുന്നു. വേഗം വാങ്ങിക്കൊടുത്ത് എൻ്റെ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തന്നു. ആ സാറ് പൈസ അല്ല ആവശ്യപ്പെട്ടത്, എൻ്റെ സംസാരത്തിൽ കൂടെ അയാൾ ഇഷ്ടപ്പെട്ട്. കാരണം ആ പറയുന്ന വ്യക്തി യഥാർത്ഥ സത്യം എന്നുള്ള അയാൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അയാൾ പറയുമ്പോൾ
എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊണ്ട് കൊടുത്തു സാറിന്. സാർ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് വേണമെന്ന് വെച്ച് ഞാൻ പറഞ്ഞേ സാർ എൻ്റെ സന്തോഷത്തിന് തരികയാണെന്നാണ് ഞങ്ങൾക്ക് 10 വട്ടം ഞങ്ങൾക്ക് നടന്നു വരണം എൻ്റെ കുറ്റിപ്പുറത്ത് നിന്ന് ചങ്ങരംകുളം വരെ ചങ്ങരംകുളം കഴിഞ്ഞിട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ നാളെ പോവുക. അപ്പം അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ ഗവൺമെൻറ് നിയമപ്രകാരം ആകുമ്പോൾ സമയം ഒരുപാട് പിടിക്കും, പെട്ടെന്ന് ഒരു കാര്യം ശരിയാവുകയാണ്. ആ സ്ഥാനത്ത് നമ്മളൊരു 50-100 കൊടുത്തിച്ചിട്ട് എന്താ വരാൻ പോണേ? ഒരു പോലീസുകാർ 50 മേടിച്ച് ഒരു 20 രൂപ മേടിച്ചാണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കും, കേസും കുലുമലാവും. അവർ നമുക്ക് 1500-5000 നഷ്ടപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അയാൾ നിയമപ്രകാരം ആ നിയമം പാസ്സായി എടുക്കണം. അയാൾ വിചാരിച്ചാൽ നടക്കാൻ അയാൾക്ക് ചെയ്യണത്. പക്ഷെ നിൻ്റെ വിഷമം നീ ഒരു നേരത്തെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല, നീ വളരെ പ്രയാസം ഒരു മാസത്തിൽ എനിക്ക് കിട്ടണം 5000 എന്ന് കേട്ടപ്പോൾ അയാൾക്ക് വിഷമമായപ്പോൾ ആളെ മനസ്സുകൊണ്ട് അയാൾ ചിന്തിക്കണം. അത് അയാളല്ല ചിന്തിക്കണം, യഥാർത്ഥ ദൈവമാണ് കടന്നു ചെല്ലുകയാണ്. നിന്റെ മനസ്സ് ശരിക്കും സത്യം എന്ന് പറയുമ്പോൾ നിന്റെ ഹൃദയത്തിൽ നിന്നിട്ട് ആ ആത്മാവ് അയാളെ ഹൃദയത്തിലേക്ക് കടക്കുകയാണ്. കടന്നിട്ട് അയാളോട് പറയാണ് ഒഴിവായിക്കാളെന്ന്. അപ്പോഴാണ് അയാൾ പറയുന്നത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോലീസുകാരൊക്കെ ചേർത്ത് പിടിച്ചു നോക്കി. ഇവിടെയൊക്കെ ക്രൈംബ്രാഞ്ച് നമ്മുടെ ഇഷ്ടം പോലെ പോലീസുകാരെ എന്താ ഇഷ്ടം എന്നറിയോ? ആസാദ് മൈതാനിൽ പോലീസ് ഓഫീസർമാരെ എത്രയോ ഇൻസ്പെക്ടർമാർ പിന്നെ മുഹമ്മദ് ഭായി എന്നെ വിളിക്കുക. നോക്കണം, മുഹമ്മദിനെ വിളിച്ചാൽ മതി, ഞാൻ തെങ്ങാണ് കുരങ്ങനാണ്. പക്ഷെ ഇന്ന ഇഷ്ടം കൊണ്ട് സാറുമാർ വിളിക്കുകയാണെന്ന് അറിയാം, മുഹമ്മദ് ഭായി വലിയ 3 സ്റ്റാർ റെയിൽവേയിലെ ഉദ്യോഗസ്ഥൻ, പോലീസ് ഓഫീസറും മുനിസിപ്പാലിറ്റി ഇവിടെ ആസാദ്. ഇതൊക്കെ ഞാൻ എൻ്റെ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞ് സത്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ ഞാൻ മരിച്ചു പോയാൽ റബ്ബ എനിക്ക് എന്നെ നരകത്തിൽ കൊണ്ടിടണം. അള്ളാഹിൻ്റെ റസൂലിനോടാണ് പറഞ്ഞത്, എൻ്റെ റബ്ബിനോടാണ് പറഞ്ഞ നരകത്തിൽ തിരിച്ചണ്ടിട്ടാൽ. കാരണം ഞാൻ ഇല്ലാത്തത് പറയുന്നുണ്ടെങ്കിൽ സത്യം കൊണ്ട് പറയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയ പലതും ഉണ്ട്, ഞാൻ ഒക്കെ ഞങ്ങൾക്ക് വിട്ടുവരും. 40 കൊല്ലം കൊണ്ട് റോട്ടിൽ കിടന്നിട്ട് എന്തൊക്കെ എന്നെ ആരൊക്കെ എന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്ത്, ശിവസേനക്കാർ സപ്പോർട്ട് ചെയ്ത്, BJP സപ്പോർട്ട് എല്ലാവരും എനിക്ക് ചെയ്തിട്ടുണ്ട്. ഒരാൾ എന്നെ മുസ്ലിമാന്ന് പറഞ്ഞിട്ട് വെടിച്ച് കൊന്നിട്ടൊന്നുമില്ല. അത് നിൽക്കണ പെരുമാറ്റമാണ്. നമ്മളൊരാളെ സ്നേഹിക്കുക, ചേർത്ത് പിടിക്കുക. ഹിന്ദുവായി മുസ്ലിമായി ക്രിസ്ത്യനായി ഈ ഭൂമിയിൽ നമുക്ക് എല്ലാവരും വേണമെന്നുള്ള ഹൃദയത്തിലൂടെ വെച്ചാൽ എല്ലാവരും കടന്നു വരും. ആ കടന്നു വരുന്നത് ആ മനുഷ്യനെന്നല്ല, പടച്ചവനാണ് ദൈവമാണ് കടന്നു വരുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക്. ഒരു ഹിന്ദുവായ വ്യക്തിനെ നമ്മുടെ ഒന്ന് സങ്കടം പറയുമ്പോൾ അത് ആ യഥാർത്ഥ മനുഷ്യൻ സത്യമായിക്കാൻ പറയുന്നത്. അപ്പം നമ്മളിതൊന്നും അറിയില്ല. അപ്പം അയാളെ ഹൃദയത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് പതുക്കെ ഓന് പോലും അറിയില്ല ഓൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തേക്ക് കടന്നത്, എൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാവ് ഓൻ്റെ ഹൃദയത്തേക്ക് കടക്കാൻ പോകുന്നു. അപ്പം നമ്മളോട് കൊടുത്താട മുത്തേ എന്ന് പറഞ്ഞാൽ നമ്മളോട് കൊടുക്കുക അത്. അപ്പം ഞാൻ ആരാന്ന് പോലും ഞാൻ ആരാന്ന് നിൽക്കും പോലും അറിയുന്നില്ല. ഞാൻ 100 തവണ പടച്ചോണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്, പടച്ചോനെ ഞാൻ ആരാന്ന്, ഈ കുരങ്ങനെ പോലെ നിൽക്കണം ഞാൻ ആരാന്ന് കണ്ണാടി നോക്കി 100 തവണ പറയുന്നു. നമ്മൾ മനുഷ്യനെ പറ്റി മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. പോലീസുകാരൊന്നും വേദനിപ്പിക്കരുത്. പോലീസുകാരൊക്കെ ഗവൺമെൻറ് ജോലിയാണ്. തെറ്റ് ചെയ്താൽ അവർ അടിക്കൊള്ളു. തെറ്റ് ചെയ്യാത്തവനൊന്നും അത് ചില പോലീസുകാരുണ്ടാവും കള്ളുടിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂടാ. അതൊന്നും ആ കള്ളുടി മാറിയ ബോധം വന്നു കഴിഞ്ഞാൽ അയാൾക്കും തോന്നും ഞാൻ ചെയ്തത് വളരെ തെറ്റാന്നുള്ളത്. ആ ബുദ്ധിമുട്ട് ഉണ്ടാക്കി. അപ്പം പോലീസുകാരങ്ങളെല്ലാം പോലെ നല്ലപോലെ സ്നേഹിച്ചോളൂ. ഇനിയിപ്പോൾ 50 രൂപ 100 രൂപ പോയിച്ചിട്ട് ഒന്നും വിഷമിക്കണ്ട. ഇവിടെ റോട്ടുമേ കണ്ട റോട്ടുമൊക്കെ കച്ചവടം ചെയ്യുന്ന ലൈസൻസ് ഉള്ളവർ കുറവാണ്, ലൈസൻസ് ഇല്ലാത്തൊരു ലക്ഷങ്ങളുണ്ട്. പക്ഷെ എന്താണ് അവരൊക്കെ അവർ നല്ലപോലെ ആൾക്കാർ ഇവിടെ അങ്ങനെ പോലീസുകാർ പറ്റി നിങ്ങൾ കൈക്കൂലി മേടിച്ച് മറ്റേ മേടിച്ചൊന്നും ഇവിടെ ഒന്നും അങ്ങനെ കേൾക്കൂല. പോലീസുകാർക്ക് 10 രൂപ കൊടുത്താലും മതി എന്ന് പറയും, 20 കൊടുത്താലും അവർക്ക് സന്തോഷമാണ്. അല്ലാതെ അവരൊന്നും അങ്ങനെ തട്ടിപ്പൊടിച്ച് വരും. 500 അപ്പോൾ 50 100 ചില പോലീസുകാരുണ്ടാവും 500 കോടി 300 കോടിയാണ് എല്ലാ പോലീസുകാരും ചെയ്യും. ഇപ്പോൾ 500 മേടിച്ച് ഞാൻ എപ്പോഴും 500 മേടിച്ചാലും പിറ്റേ ദിവസം നമ്മൾ സെലോട്ട് അടിച്ചാൽ മതി. ആ സാർ വൈട്ടോ ചാമങ്കാവിക്കാ ചില സാർ ഹോട്ടൽ മേലേക്ക് നാസ്താക്കായക എന്ത് രസം തരും. ഇപ്പം ഞാൻ നാളെ ഇതൊക്കെ നാട്ടിൽ എന്തോ ഒരു വണ്ടിൻ്റെ മുകളിൽ ഒരു കേസ് വന്ന് പെട്ട് അങ്ങനെ ഡേറ്റ് വന്ന് ഹാജരാവാണ്. അപ്പോൾ അവിടെ 2-3 ആൾക്കാരെ അവർക്കും ഡേറ്റ് ഒക്കെ തന്നെ പിടിച്ച് കൊണ്ടുപോകണം. എന്തോ ഒരു കേസ് എനിക്ക് ഓർമ്മ ചെയ്യാം, കൊല്ലം ഒരുപാടായി. അപ്പോൾ ഞാൻ ആ പോലീസ് ഓഫീസറെ കണ്ടപ്പോൾ സാർ ഞങ്ങൾ സെലക്ട് പറയും സാർ ഞാൻ പോവല്ലേ ചോദിച്ചാൽ എല്ലാവരും പോകാൻ സാറെ ചാടിച്ചിട്ട് പോകാമെന്ന് സാർ എൻ്റെ വകമായിട്ട് അത് വേണമെന്ന് വെച്ച് ഡ്രൈവറെ സാറ് എവിടെ ആ പോലീസുകാരെ ആദ്യം കാണുന്നുള്ളൂ. കാരണം ഞാൻ ഇവിടെ ബോംബെയിൽ വളർന്ന ആളാണ്, അനവധി പോലീസുകാരായിട്ട് സ്നേഹിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ പോലീസുകാരൻ പറഞ്ഞ വേണം. അപ്പോൾ വേറെ ഒരുത്തന്നെ ഞാൻ അയാൾ എന്തോ പോലീസുകാർക്കൊന്നും ചാവ് വാങ്ങി കൊടുക്കണ്ട, പോലീസുകാർക്ക് ചാവൊന്നും മടിക്കണ്ട, അവർ തനി മറ്റേതാണ്. എന്താണ് ഇങ്ങനെ കുറേ മനുഷ്യൻ്റെ മനസ്സിനുള്ളിൽ കറിയും പകയും വെച്ചിട്ട് പോലീസുകാരെ ചേർത്ത് പിടിച്ചേക്കാണ് ഒരു കോളിട്ട് ചെയ്താൽ ഒരു ഒറ്റയടിക്ക് ഓടി വരും. നിങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാൻ എന്താ പറയുക, എൻ്റെ പണിക്കാരൻ കുട്ടികളെ മറവഞ്ചേരിയിൽ മുത്തുണ്ടല്ലോ, ചുടല മുത്തു എന്ന് അവരെ പേര്. ഓന് ചമ്മറവട്ടത്ത് ഉള്ള മീൻ കച്ചവടം മീനിനും പൂച്ചനും നായനും വളർത്താൻ അതിലുണ്ടായിരുന്നു ചുടല മുത്തുനോട് വെച്ചേക്ക് എൻ്റെ സ്റ്റോറി. മുത്തുവിനെ അങ്ങനെ വിട്ടാതെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പറഞ്ഞ ഒറ്റ കോള ഞാൻ വിളിച്ചിരുന്നത്. റബ്ബാണ് സത്യം. ആ വെളിയിൽ പോണ വൈക്കുന്ന പോകാനായിട്ട് ഇറക്കി. ശിവനുണ്ട് ജേജ ഹോസ്പിറ്റലിൻ്റെ അവിടെ എൻ്റെ ഇറങ്ങിക്കട നടത്തുന്ന ശിവനെ പിടിച്ചുകൊണ്ടുകൊണ്ട് ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത്
എൻ്റെ അനിയൻ വിളിച്ചിട്ട് തന്നെ എൻ്റെ അക്ബർ വിളിച്ചിട്ട് തന്നെ പോലീസ് ശിവനെ പിടിച്ചോണ്ട് ശിവൻ കരയുണ്ട് പൈസ കൊടുക്കാൻ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടാവും ചോദിച്ചു. അങ്ങനെ കൊണ്ടുപോയിക്കണോ ചോദിച്ചാൽ ഞാൻ ഒറ്റ കോൾ കളിച്ചത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ടാണ് സാർ എങ്ങനെ ഒരു സംഭവം ഉണ്ടോ, സാറ് ശ്രമിച്ചാൽ ഒന്ന് വിട്ടുതരാൻ പറ്റില്ലെങ്കിൽ ഞാൻ കൊണ്ടിട്ട് 1200 രൂപ കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അവിടുന്ന് വിളിക്കാണ്. പോണ വൈക്കുന്ന ശിവനെ പോലീസുകാരോട് ഇറക്കി വിട്ട്. മുഹമ്മദ് നാരളവാള മുഹമ്മദുള്ള കോനരെ മറാഠി അടയ്ക്കറിയില്ല. നാരളവാള കോണുള്ള മാനൂസ് മുഹമ്മദ് കോനരെ മുഹമ്മദ് പോലീസുകാരെ വണ്ടിയിൽ. അപ്പോൾ ഇതിന് ശിവൻ കൈയാട്ടി. ഇക്കടുള്ള തുണി ആണാർ ഇച്ചിട്ട് ആയോ അമ്മി മുഹമ്മദ് മാനൂസുള്ള എന്തൊക്കെ പറയുന്നുണ്ട് ഇനി മോഹൻ്റെ മാനൂസാണോ എന്ന് വെച്ചിട്ട് അതേയായിരുന്നു ചാവുന്ന. എന്നിട്ട് പോലീസ് ഓഫീസർ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ കയറി അവർക്ക് ഞാൻ ഈ കണ്ടമാനം വീഡിയോ ആകുമ്പോൾ ഒരാൾക്ക് 15 മിനിറ്റ് ഉണ്ട്, ഒരുപാട് പറയാനുണ്ട്. അതുപോലെ ഇവിടെ പണിക്കാരൻ ചെക്കനെ പോലീസുകാർ പിടിച്ചുകൊണ്ടായിട്ട് ഒരൊറ്റ കോൾ ചെയ്തപ്പോൾ ഞാൻ നാട്ടിലപ്പോഴും ആ സമയത്തൊക്കെ പലതെല്ലാം പഠിച്ചപ്പോൾ വലിയ ഉദ്യോഗസ്ഥനെ സീനിയർ വിളിച്ചിട്ട് പറഞ്ഞ് ആരാണ് ഈ മുഹമ്മദ് എന്ന് വെച്ച്. ആ ചെക്കനോട് ഇവിടെ പണിക്കാരൻ ചെക്കൻ രാജുവിനോട് ഞാൻ ചെക്കൻ നാട്ടിലടുപ്പ് വരും. അപ്പോൾ ചെക്കാൻ എൻ്റെ ഷർട്ടുമാണ് എൻ്റെ കടറ ഇതോടൊക്കെ നിങ്ങളൊക്കെ സെക്ഷനിലൊക്കെ പണിയെടുക്കണ മുഹമ്മദാന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞത് ഇനി മോളിക്ക് വിളിച്ച് വിവരം പറയരുതിട്ടാണ്, ഒത്ത മോളിക്ക് നിന്ന് കോള് വരരുത്, എൻ്റെ നമ്പർ മേടിച്ചാണ് പോലീസ് ഓഫീസർ സീനിയർ ഈ ഇവിടുത്തെ ഈ സന്താസ് റോഡ് സ്റ്റേഷനിലെ കൊല്ലൊരുപാടായി. ആ നമ്പർ രാജുവിനോട് കൊടുത്തിട്ടാണ് ഇനി ആരെങ്കിലും പിടിച്ചാൽ നിൽക്കാൻ വിളിക്കാനുള്ള മോളിൽ നിന്ന് ഓർഡർ വരരുത്, എത്രയും മോളിൽ നിന്ന് കോള് വരുന്നത് ഇത്രയും വലിയ പിടിപാടുള്ള ഏതാണ് ഈ ചെക്കനെന്ന് ഇന്നൊന്ന് കാണാൻ കൊതിച്ചെന്ന് പറഞ്ഞയാൾ. ഇനി ഇപ്പോൾ ജീവിത ചരിത്രങ്ങളുണ്ട്. ഇതൊക്കെ എൻ്റെ അള്ളാഹി റസൂലിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇന്നെ ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരുണ്ട് തിരുവരുന്ന്. ഇല്ലാത്തത് പറയല്ല, നിങ്ങളൊക്കെ നാളെ നമ്മളൊക്കെ മരിച്ചു പോകേണ്ടതാ. ഞാൻ വിചാരിക്കണം ഞാൻ ഇവിടുന്ന് വലിയ ഡയലോഗ് ഇങ്ങനെ അടിക്കുകയെന്ന്. പക്ഷെ എന്നെ കാണാൻ കണ്ണിയേണ്ട ആൾക്കാർ അപ്പോൾ നോക്കണം ഞാനുള്ള സത്യം പറഞ്ഞതിൻ്റെ പേരിൽ. ഈ സത്യം നാളെ മരിച്ചു പോലെ റബ്ബിൻ്റെ മുന്നിൽ ഈ കണ്ട വീഡിയോ കണ്ട ആൾക്കാരൊക്കെ അവിടെ വരും. എന്നിട്ട് ഈ റബ്ബ് പറയണിച്ച് പറഞ്ഞ സത്യമാണെന്ന് ചോദിക്കും. ഈ ആൾക്കാരെ ചിത്രം തെറ്റിദ്ധരിപ്പിച്ചാൽ ജനങ്ങൾ പറയാം നായനെ തച്ചോട് കൊന്നാളെ പറച്ചോനോട് മുന്നിൽ. പറച്ചോനും പറയും തരാം ഓനെ തീയിലിട്ടാണ് നേരം ഈ ചാളെന്ന് വരും. ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയാൽ ഉള്ള സംഭവം പറഞ്ഞോളി. ഇതൊക്കെ ബോംബെയിലേ ഞാനിങ്ങനെ ഈ കൊരങ്ങടെ കോലത്തിലൊക്കെ നടക്കുന്നുണ്ടല്ലോ, എന്നെ പോലെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. റൂട്ടുമ്പോൾ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ആരാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കില്ല. അവരൊക്കെ ഇതേമാതിരി ഇളനയും കുടിച്ചിട്ടും ഓരോരുത്തരും വലിയൊരു ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് അവിടെ അങ്ങനെ പരിചയപ്പെടണം. ഓരോ ഈ കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കേണ്ടത് എനിക്ക് മാനുവിന് മാത്രമേ പിടിപാടുള്ളൂ. മാനുവിനും മാത്രമല്ല ഇവിടെ കച്ചവടം ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും പിടിപാടുണ്ട്. അത് ഓരോരുത്തർ വന്ന് ഓരോരുത്തരുടെ കടലിലേക്ക് വന്ന് സാധനം മേടിക്കുമ്പോഴാണ് അറിയുന്നത് ഇന്ന വലിയ ഉദ്യോഗസ്ഥനാണ്. മറ്റേ അയാളൊന്നും പറയില്ല, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇന്ന ഓഫീസിലെ സാറാണെന്ന്. അപ്പോഴാണ് ഇവർ എപ്പോഴൊക്കെ അപ്പോഴാണ് സാറ് പറയാൻ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് വിളിച്ചാൽ മതി, എൻ്റെ നമ്പറുണ്ട് മേടിച്ചു വന്നാൽ. അത് ഇഷ്ടം കണ്ടിട്ട് ഓരോ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ ചേർക്കേണ്ട മാനിന് മാത്രമല്ല പിടിപാടുള്ളൂ. മാനിന് മാത്രമല്ല അനവധി കച്ചവടക്കാർക്കും പിടിപാടുണ്ട്. ഈ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ നമ്മളൊക്കെ പാവങ്ങളാണ്. നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ വരണ്ടേ നമ്മളെ അതൊക്കെ കണ്ടിട്ട്. ഇതൊക്കെ ഓരോ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ കാർഡാണ്. ഈ കാർഡൊന്നും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ തരാനുള്ള വകുപ്പില്ല. ഞാൻ നല്ലവനാണെന്ന് അറിഞ്ഞാൽ മാത്രമേ തരുള്ളൂ. ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ അവർക്കറിയാം മുഹമ്മദ് തെറ്റ് ചെയ്യൂലാന്ന്. ആ 11 ലക്ഷം മേടിച്ചുകൊണ്ടല്ലോ അവനോട് ഞാൻ പറഞ്ഞിട്ട് പൈസ മര്യാദക്ക് കൊടുന്നിട്ടുള്ളതെന്ന്. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഒരു ലെറ്റർ അന്ന് മേടിച്ചിട്ട് കാസർഗോഡ് കൊണ്ടുകൊടുത്ത് കഴിഞ്ഞാൽ തരുമോ ഓൻ അവിടുത്തെ പൊക്കും. കാരണം ക്രൈംബ്രാഞ്ചിലെ വലിയ ഉദ്യോഗസ്ഥനാണ് പേപ്പർ കൊടുത്തിരിക്കുന്നത് ഇതിനെ പൊക്കാൻ വേണ്ടിയിട്ട്. ഓനെ വിടണമെന്നുണ്ടെങ്കിൽ ഓൻ്റെ വീട്ടിൽ നാട്ടുകാരും വിചാരിച്ചും കാര്യമില്ല. കാരണം തരാം സാർമാരെന്താ പറയുന്നത് മുകളിൽ നിന്ന് വന്ന ഓർഡറാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ അവിടെ പോയിട്ട് ആ സാറിനായിട്ട് പോയി കാണാൻ പാടില്ല. മുഹമ്മദിനെ 11 ലക്ഷം മര്യാദ കൊടുന്നു വെച്ചാന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒറ്റ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കടിക്കണ നായി കുരക്കണ നായി കടിക്കൂല. ഞാൻ കുരക്കുള്ളൂ. ഒരു വിളിയാണ് വിളിച്ചാൽ പോകേണ്ടടുത്ത് പോവുക. കാരണം ബോംബെയിൽ നിങ്ങളെപ്പോലത്തെ ആൾക്കാരെ ജീവൻ രക്ഷിക്കുക ഞാൻ. നിങ്ങൾ മനസ്സിലാക്കി എത്രയോ ജനങ്ങളായി ബോംബെയിൽ ഓഫീസർമാരെ പോലീസ് ഓഫീസർമാരെ ക്രൈംബ്രാഞ്ചിലും വലിയ ഉദ്യോഗസ്ഥന്മാരെ ആൾക്കാരെ തലമക്കും കാറുമക്കും കുട്ടികളെ തലമക്കും തേങ്ങ വീഴുമ്പോൾ ഒരു കോള് വിളിക്കുമ്പോൾ ഞാൻ ഓടിച്ചെന്നാൽ അവരെ ജീവൻ രക്ഷിക്കുക. വലിയ ഉദ്യോഗസ്ഥന്മാർ ഈ പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്ത ഞാൻ നിങ്ങളെപ്പോലെ റോട്ടുമ്പോൾ നല്ല ഡ്രസ്സ് ഇട്ട് നടക്കേണ്ട ഒരാളാണ്. പക്ഷേ ഞാൻ ഈ പണത്തെ മോഷിച്ചിട്ടല്ല, എല്ലാ മനുഷ്യന്മാരും ഞാൻ പലതരത്തിൽ പഠിച്ചോ എന്നെ തെങ്ങേറ്റം പഠിപ്പിച്ച എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. കുരങ്ങനെ പോലെ കാട്ടിലെ വാപ്പാജി എപ്പോഴും പറയണേ 88 ഏക്കർ സ്ഥലമുണ്ട് എൻ്റെ വല്യപ്പാക്ക്. വല്യപ്പ എല്ലാവർക്കും പണ്ട് കൊടുത്തതാണ്. കൊണ്ടിടക്കാൻ വേണ്ടിയിട്ട് ഏട്ടനക്ക് 5 ഏക്കർ കൊടുത്ത് അങ്ങൾക്കൊക്കെ ഒരേക്കർ. അതിന് ആ കാട്ടിൽ നിന്ന് ജനിച്ചു വന്ന ഒരാളാണ് ഞാൻ. കാളായ കാട്ടിൽ നിന്ന് കുരങ്ങനെ രൂപത്തിൽ നിന്ന് ജനങ്ങൾ പഠിച്ചോ എന്നെ കുരങ്ങനെ പോലെ തെങ്ങേറ്റിക്കാളെ കാര്യങ്ങൾ പലതും ഉണ്ടാവും. ഞാൻ റബ്ബിനോട് എപ്പോഴും ചോദിക്കുന്നുണ്ട് എന്തിനാ റബ്ബ് എന്നെ ഈ ഒരു ക്വാളിറ്റിക്ക് ആക്കിയത്, എനിക്ക് എന്തിനാ കുറവാന്ന്. എൻ്റെ വാപ്പാക്കും ഏക്കറണക്കിൽ സ്ഥലമുണ്ട്, എൻ്റെ അമ്മക്കുണ്ട്. ഞാൻ ഒക്കെ നിങ്ങൾക്ക് വിട്ടെന്നാലും നിങ്ങൾക്ക് വീഡിയോ ഒന്നിനും കുറവില്ല. എത്ര കോടി ഉണ്ടായാലും ശരി എനിക്ക് വേണ്ട, കോടിയല്ല. പിന്നെ എന്തിനിപ്പോൾ ഈ എൻ്റെ ജീവിതം ഞാൻ അങ്ങനെ തന്നെ എനിക്ക് 500,000 കിട്ടിയാൽ മതി. നിങ്ങൾ പോലീസുകാരൊക്കെ നല്ലപോലെ സ്നേഹിച്ചു കളിച്ചാൽ പോലീസുകാരെ വെറുപ്പിക്കണ്ട. പോലീസുകാരെ സ്നേഹിച്ചിട്ടുണ്ടല്ലോ പോലീസുകാർ നിങ്ങൾക്ക് എന്തൊരു പ്രയാസം വന്നാലും കൂടെ നിൽക്കും. ബോംബെയിൽ അത്രയും എല്ലാ ഓഫീസർമാർക്കൊക്കെ ഇന്നെ ഭയങ്കര ഇഷ്ടമാണ്.
ഈ തള്ള വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ പറഞ്ഞ് എന്തൊക്കെ ഇക്കാൻ പറയിച്ചുള്ളത് പറയും. പക്ഷേ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നാളെ ഞാൻ മരിച്ചാൽ റബ്ബ് ഇന്ന സ്വർഗം കാണിക്കരുത്, നരകത്തിലിട്ടിട്ട് കൊണ്ട് തീയിലിട്ടിട്ട് ദജ്ജാലിൻ്റെ കൂടെ ചങ്ങല നക്കാൻ ഇന്നെ ഏർപ്പാടാക്കണം. റബ്ബാണ് സത്യം. ഞാൻ ഇത് അല്ല സംസുക്ക അപ്പൊ അങ്ങോട്ട് വരെ മാഷാ ഞാൻ ഇപ്പൊ ഒരു വീഡിയോ എടുക്കുക. അപ്പൊ നിങ്ങളെ എവിടെ പോയിട്ട് കാണി ഇതേ മുതലാളിയാണ് കേട്ടോ. ചെക്കൻ വിളിച്ചു പറഞ്ഞ സ്ട്രോ ഇല്ല, തൈലി നീയെ സ്ട്രോ നീയിലേക്കാവുന്നു. അപ്പൊ കാണി നിങ്ങൾ വിചാരിക്കണ്ടാവും സംസുക്ക ആരാന്ന്, സ്വന്തം മുതലാളിയും തൊഴിലാളിയും കൂടിയാ. ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരട്ടെ. അപ്പൊ ഇപ്പൊ ഒരു പോലീസുകാർ വന്ന് ഇപ്പൊ 6 മണിയായില്ലേ സമയം, 7/6/2005 വീഡിയോ ഒക്കെ ഇപ്പൊ വിടട്ടെ. അതിന്റെ കൂടെ പോലീസ് ഓഫീസർ വന്ന് ഇന്ന ഇഷ്ടം കൊണ്ട് അനവധി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതൊന്നും ഒരാൾ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ തെങ്ങ് എന്ന് പറയുന്നത് കേരളീയർക്ക് മലയാളികൾക്ക് ഭയങ്കര വൈകാരിക അടുപ്പമുണ്ട്. കേരളം എന്ന പേര് വന്നത് തന്നെ കേരളം അങ്ങനെയാണെന്ന് പറയാറുണ്ട്. കേരം തെങ്ങും കേരള നാട്ടിൽ KR ഗൗരി എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യങ്ങളൊക്കെ ഉള്ള നാടാണ്. അപ്പോ തെങ്ങ് മലയാളികൾക്ക് വൈകാരികമായ അടുപ്പമുള്ള ഒരു മരമാണ്. മുംബൈയിലെ നഗരത്തിലും കാണാം നിരവധി തെങ്ങുകൾ. തിരക്ക് പിടിച്ച നഗരത്തിൽ തെങ്ങ് കയറാൻ ഒരു മലയാളിയുമുണ്ട്. മലപ്പുറംകാരൻ റാഫിയുടെ തെങ്ങുകയറ്റ വിശേഷങ്ങളാണ് മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ പങ്കുവെക്കുന്നത്. അപ്പം മുംബൈയിലെ തെങ്ങുകൾ, മലപ്പുറംകാരൻ റാഫിയുടെ തെങ്ങുകയറ്റം കണ്ടിട്ട് വരാം. നമസ്കാരം. കേരം തെങ്ങും കേരള നാട്ടിൽ നിന്ന് ഏതാണ്ട് 1000 കിലോമീറ്ററിലധികം സഞ്ചരിച്ചു വേണം മുംബൈയിലേക്ക് എത്താൻ. മുംബൈയിൽ എത്തി നിൽക്കുമ്പോൾ അവിടെയും നിരവധി തെങ്ങുകൾ. മുംബൈ നഗരത്തിനകത്തുള്ള ഇത്രയധികം തെങ്ങുകളുള്ളപ്പോൾ അതിലൊക്കെ കയറുന്നത് ആരാകും, തേങ്ങയിടുന്നത് ആരാകും? ആ അന്വേഷണം ഞങ്ങളെ കൊണ്ട് എന്ന് എത്തിച്ചത് ഒരു മലയാളിയിലാണ്. ആ മലയാളിയെ നമുക്ക് നേരിൽ കണ്ട് പരിചയപ്പെട്ട് വിശേഷം. ഗേറ്റ് വേക്ക് മുന്നിലാണ് അല്ലേ? ഗേറ്റ് ഓഫിന്റെ ഈ ഭാഗത്താണ് തെങ്ങ് കയറുന്നത്. ഈ നാട്ടിലെ തേങ്ങ ഇടുന്ന പോലെയല്ല ഇതിവിടെ. ഈ സിറ്റിയാണ്, താഴെയൊക്കെ വണ്ടികൾ ഉണ്ടാവും. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇവിടെ? നല്ല ശ്രദ്ധിക്കണം, നല്ല ശ്രദ്ധിച്ചിട്ട് ഇതിന്റെ ജോലി ചെയ്യാണ്. കാരണം ഇതിന്റെ ചരിത്രങ്ങൾ പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വർഷം 9 വയസ്സിൽ ബോംബെ നഗരത്തിലേക്ക് ചാടിയ ഒരു വ്യക്തിയാണ്. 9 വയസ്സിൽ വന്നോ? 9 വയസ്സിൽ വളരെ കുട്ടിയാകുമ്പോൾ. 9 വയസ്സിൽ ഞാൻ വളരെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഒരു മണ്ണെണ്ണ ഉണ്ടല്ലോ, അതിന്റെ ഒരു ടാങ്കി, ആ മണ്ണ ടാങ്കി അങ്ങോട്ട് അതിൻ്റെ ആഫ് മണ്ണെണ്ണ ആയപ്പോൾ അവർ അതിൻ്റെ കടക്കാരൻ എന്ത് ചെയ്ത് ഒന്നിങ്ങനെ ചെരിച്ചിട്ട് അതിൻ്റെ അടിയിൽ ടയറും നട് വെച്ചു കൊടുത്ത്. അപ്പം ഞങ്ങൾക്ക് ആ ഒരു മദ്രസ വിടുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരു മദ്രസ വിടലുണ്ട്, കുട്ടികൾക്കൊന്ന് മൂത്രയിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ. അതിൻ്റെ ഇടയിൽ അവിടെ ഒന്ന് മൂത്രയിച്ച് വരുന്ന സമയത്ത് ഏതോ കുട്ടിയെ കൊണ്ടിട്ടാണ് മറിച്ചിട്ട് ആ വഴി കൂടെ ഞാനാ വരുന്നത്. അപ്പോൾ ആ കടക്കാരൻ വന്നിട്ട് ഉസ്താദിനോട് പോയി പറഞ്ഞ്, നിങ്ങളെ കുട്ടികൾ ഇത്രയും മണ്ണെണ്ണ മറിച്ചിട്ട് ഒരുപാട്, അന്നത്തെ കാലത്തിട്ടാ കൊല്ലം ഒരുപാടായി, 45-46 വയസ്സായി. അപ്പോൾ ഒരു എല്ലാ കുട്ടികളുടെ വിളിച്ച ഉസ്താദ് ആരാണ് മണ്ണെണ്ണ മറിച്ചിട്ടെന്ന് ചോദിച്ചപ്പോൾ അതിൽ 1-2 കുട്ടികൾ പറഞ്ഞ് റാഫിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നോട് വിളിച്ചപ്പോൾ ഞാൻ ആ ഉസ്താദിനെ കണ്ട് പേടിച്ച് നിൽക്കുക. ആരുടെ മണ്ണെണ്ണ മറിച്ചിട്ടെന്ന് വെച്ച് ഇനി ഞാൻ മിണ്ടാതെ നിന്ന കാരണം എന്തായത്, ആ വാവലേര് ഉസ്താദ് ഉണ്ടല്ലോ കാടഞ്ചേരിയുള്ളത്, അന്ന് ഞങ്ങളെ മറവഞ്ചേരിയിലാണ് പഠിപ്പിക്കണേ. അതും കട്ട് പുളിയുടെ കൊമ്പുണ്ടല്ലോ അത് എടുത്തിട്ട് അത് പൊട്ടോളിട്ടുണ്ട് അടിച്ച് അതോട്ട് പോയപ്പോൾ എൻ്റെ അമ്മാൻ്റെ അടുത്തേക്ക് ഉപ്പാൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഒപ്പം എന്നോട് എന്താ പറഞ്ഞാരോ, ഇപ്പടെ കുട്ടി ടെൻഷൻ അടിക്കണ്ട, ഞാൻ ആ ഉസ്താദിനോട് പോയി ചോദിച്ചോണ്ട് ആ ഉസ്താദിനെ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഞാൻ വെറുതെ എന്നോട് സമാനപ്പെടുത്തി. ഞാൻ എന്നിട്ട് നേരം മുഴുക്കുമ്പോൾ ഇപ്പോൾ അറിഞ്ഞിച്ച് മദ്രസയിലും സ്കൂളിലും പഠിക്കണ്ട, ഈ ബോംബെ ഇപ്പോൾ ഇവിടെ ബോംബെയിൽ ENT ഹോസ്പിറ്റലിൻ്റെ അവിടെ 2 കട ഉണ്ട്, ഇളനീങ്കാടയും ബേഡിക്കാടയും റോട്ടും വേണം കട. അവസാനം അവിടെ കൊണ്ടുപോയിട്ടിട്ട് അറിയിച്ച് ഇവിടത്തനായിട്ട് പഠിച്ചോ, അവിടെ സ്കൂളാണ്, കുട്ടികൾ എല്ലാവരും സ്കൂളിൻ്റെ അകത്തോട്ട് പഠിച്ചോട്ടെ, പുറത്തിരുത്തിനായിട്ട് പഠിച്ചോന്നും പറഞ്ഞു. അതാണ് എൻ്റെ പഠനം. ആ പഠനം പഠിച്ചിപ്പോൾ അവസാനം ആകാശത്തിൻ്റെ മേധം അത് ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു പോയിപ്പോൾ. അതാണ് ഇപ്പോൾ ഉണ്ടായത്. പക്ഷേ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ ദൈവം ഒന്നും കൈവിട്ടിട്ടില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടും ഇപ്പോൾ 4-5 കടപടമുണ്ട്, നാട്ടിൽ 2-3 സ്ഥാപനമുണ്ട്. അതുപോലെ എനിക്ക് അവിടെ ഇല്ലാത്ത ഇതൊന്നും ഇല്ല. ഈ തെങ്ങുകയറ്റത്ത് കൂടി ഈ തെങ്ങുകയറ്റത്ത് അധ്വാനിച്ചിട്ട് ഒരാളെ 1 റുപ്യ എൻ്റെ ഈ ഹെൽമെറ്റ് ഇടും, പിന്നെ ഒരു വടി ഉണ്ടാവും മൂപ്പരുടെ കയ്യിൽ, അതായിട്ട് വീശിയാൽ പരുന്തിൻ്റെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാം. കിട്ടൽ വേറെ കിട്ടുമോ? അതിച്ചിട്ടൊന്നും പരുന്തിപ്പോൾ ഞാൻ ഹെൽമെറ്റും ബീരം വെച്ചിട്ടൊന്നും പോയിട്ടൊന്നും കാര്യമില്ല. അതിന്നെ യുദ്ധം ചെയ്യാൻ വന്ന അത് കൊള്ളുക, പിന്നെ അതിന് രക്ഷപ്പെടുക, അത്രേ ഉള്ളൂ. ഇവിടുത്തെ ഈ തെങ്ങുകൾ എന്ന് വെച്ചാൽ വളരെ അപകടം പിടിച്ച്, പിന്നെ പബ്ലിക്കിനെ നോക്കണം, കാറ് നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇളനീര് വീണാൽ അത് സൂക്ഷ്മതയോട് കൂടി ഇറക്കണം. നമ്മുടെ നാട്ടിൽ തൊട്ട് കെട്ടി ഇറക്കലല്ലോ,
കയറ് കെട്ടി സൂക്ഷ്മതയോടുകൂടി ഒരേ ഇളനീര് ഇറക്കണം. തേങ്ങ ഇത് ഇറക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ഇവിടെ പൾസർ വന്ന് നിൽക്കണ്ട, പൾസർ വണ്ടി അവിടെ കൊടുന്ന് നിർത്തിയിട്ട് അതിന് അത്രയും ശ്രദ്ധിച്ചിട്ട് ഞാൻ ഇറക്കുമ്പോൾ ഈ പൾസറിൻ്റെ മുകൾക്കാട് വീണോട് കൂടി വെച്ചാൽ ഓനാച്ച എന്നെക്കാട്ടിയും വലിയ തെച്ചാല്. പിന്നെ ഞാൻ എന്താ ചെയ്യുക, ഞാനാച്ച ഈ കോലത്തിലും അവിടെ അടി വരച്ച് കിട്ടി. എന്താണ്ട് എന്നാലും എന്താ പറയുക സാറെന്നാ പറയാ, ഈ വൈകുന്നേരം വരെ ഈ ഇളനീൻ കച്ചവടം ചെയ്ത് ആകെ 500-600 കിട്ടുള്ളൂ. ഈ ഇളനീന് 56-60 റുപ്യ വില. ഈ ഇളനീൻ കച്ചവടക്കാർ ചെയ്തിട്ട് ആ പാവങ്ങൾക്ക് ഒന്നും കിട്ടണില്ല. ഈ മൈസൂർ ഇളനീൻ കൊടുത്തിട്ട് ഈ ബോംബെയിൽ കൊടുത്തിട്ട് ആ പാവങ്ങൾക്ക് വിറ്റിട്ട് വൈകുന്നേരം വരെ 700-800 റുപ്യ കിട്ടുന്നത്. അതിൽ മുനിസിപ്പാലിറ്റി പോലീസായിട്ട് കൊണ്ടുപോകും. ആ പാവങ്ങളെ ജീവിതചാരം എന്നിട്ട് അവർ എങ്ങനെയൊക്കെ ഇപ്പോൾ ബംഗാളികൾക്കും ബയ്യന്മാർക്കും ഒക്കെ കട നടത്താൻ കൂട്ടുള്ള ഈ പാവങ്ങൾ ഇന്ന് കണ്ണി കണ്ട രാജ്യത്ത് പോയിക്കണേ. ഓരോ മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഇന്നത്തെ ഏതായാലും പണി കഴിഞ്ഞു സാർ. എത്ര എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പറയാണ്ട് അതിനെ പറത്തോണ്ട് നടന്നു ഇതെല്ലാം വലുത് ആയത്. അത് മതി. ഓക്കെ, അതാണ് റാഫിക്കിന്റെ ജീവിതം, റാഫിക്കയുടെ കഥ. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ആ സ്റ്റോറി ആകെ റാഫിക്കയുടെ കഥ എങ്ങനെ കൊണ്ടുപോയി. വളരെ ശുദ്ധനായ മനുഷ്യനെന്ന് കമന്റ് വരുന്നുണ്ട്. ശരിയാണ്, ഈ രക്തത്തിൽ ₹1 ആരുടെയും ഇല്ല എന്ന് പറയുന്നത് അങ്ങേറ്റ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. നമ്മളൊന്ന് ഓർക്കണം, ഈ മുംബൈയിലെ തേങ്ങയിടാൻ എന്തൊരു റിസ്ക് ആണെന്ന് ആ പറയുന്ന കഥ പറച്ചിൽ തന്നെയുണ്ട്. ഇതൊക്കെ ഒരു വാർത്തയാണോ? തെങ്ങ് കയറ്റക്കാരൻ്റെ വാർത്തയാണ് പ്രധാന വാർത്ത. എന്തൊരു വാർത്താ ദാരിദ്ര്യമെന്ന് SK ബാങ്കേഴ്സ് പറയുന്നു. ഇതും ഒരു ജീവിതമല്ലേ ചേട്ടാ? അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ കാഴ്ചയും ആ മനുഷ്യൻ്റെ ഒരു പോരാട്ടം നിറഞ്ഞൊരു ജീവിതമൊക്കെ അതും പ്രേക്ഷകർക്ക് കാണാൻ താല്പര്യമുള്ള വിഷയങ്ങളാണ്. ഇങ്ങനെ ഈ മനുഷ്യരുണ്ട് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. അതും വാർത്ത തന്നെയാണ്.